ഇന്നത്തെ നമ്മുടെ ചെറിയൊരു വ്ളോഗിങ് ആട്ടാ. ഇനി എങ്ങോട്ടാ പോകുന്നതെന്ന് പറഞ്ഞു തരാം. അതിന് മുമ്പ് നമ്മൾ ഡാഡിയുടെ കടയിൽ നിന്നാണ് നമ്മൾ പോകുന്നത്. നമുക്ക് പോകാനുള്ള വണ്ടിയും വന്നിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് കട്ടപ്പനയ്ക്ക് പോകാം കേട്ടോ. എന്നാത്തിനാന്ന് വെച്ചാൽ അതും ഞാനിപ്പോൾ പറയാം. അതിനു മുമ്പ് നമ്മുടെ വണ്ടി ജസ്റ്റ് ഒന്ന് പെട്രോൾ പമ്പിൽ കയറ്റിയിട്ട് പെട്രോളൊക്കെ അടിച്ചു. ഇനി നമ്മൾ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ പള്ളിയിൽ ടീച്ചേഴ്സിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിനു മുമ്പ് ഈ കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ മറന്നുപോയി. കാര്യം എന്നാന്ന് വെച്ചാൽ എൻ്റെ മമ്മി ടീച്ചറാണ്, വേദപാഠം പഠിപ്പിക്കുന്ന ടീച്ചർ. അപ്പോൾ അതിൻ്റെ ഒരു മീറ്റിങ്ങിന് കട്ടപ്പനയ്ക്ക് പോകേണ്ട സാഹചര്യം വന്നപ്പോൾ ഞാനും കൂടെ ചാടിയതാണ്. അപ്പോൾ നമ്മൾ കട്ടപ്പന ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ കട്ടപ്പന എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പ്രദേശമായിരിക്കാം ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ആ പ്രദേശത്തേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്, നമ്മുടെ കട്ടപ്പന ബസ് സ്റ്റാൻഡ്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നേരെ ചെല്ലുന്നത് നമ്മുടെ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തോട്ടാട്ടോ. അപ്പോൾ നമ്മൾ സ്ഥലത്തെത്തിയത് 3 പ്രാവശ്യം അവിടെ കിടന്ന് കറങ്ങിയിട്ടാണ്. കാരണം നമുക്ക് സ്ഥലം അറിയത്തില്ലായിരുന്നു. അപ്പം നമ്മൾ പതുക്കെ അങ്ങോട്ട് കയറിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ. അപ്പം ഞാനവിടെ കുറച്ച് നേരം തേരാപ്പാര നടന്നു. ഇതിന് മീറ്റിങ്ങിൽ 1 മണിക്കൂർ ഞാൻ അവിടെ ഇരുന്നു. പിന്നെ ആകെ എനിക്ക് ബോറടിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ചായ കുടിക്കാനുള്ള ടൈം ആയപ്പോൾ ഞാൻ ഓഡിറ്റോറിയത്തിൽ ഇറങ്ങി. അത് കഴിഞ്ഞ് ബാക്കിയുള്ള 2.5 മണിക്കൂർ ഞാൻ പുറത്തായിരുന്നു. അത് ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ഫോണും ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഒലഞ്ഞും ക്യാമറയ്ക്ക് ഒട്ടും ക്വാളിറ്റി ഇല്ലാതെ ഇരിക്കുന്നുണ്ട്. അതെല്ലാവരും ഒന്ന് ക്ഷമിക്കണം. എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന കാര്യമാണ്, ഒന്ന് ക്ഷമിച്ചാക്കണേ. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം മ്യൂസിക്കൊക്കെ കേട്ട് അവിടെ ഇരുന്നു. പിന്നെ ഫോണൊക്കെ എടുത്ത് മാറ്റി വെച്ച് കുറച്ച് നേരം ഞാൻ അവിടെ എന്താ ഇപ്പം പറയണേ, ചുമ്മാ കാറ്റൊക്കെ കൊണ്ടിരുന്നു. അവിടെ നല്ല കാറ്റായിരുന്നു കേട്ടോ. ബോറടിയെന്ന് വെച്ചാൽ ഇങ്ങനെ വേണം. എനിക്ക് സത്യം പറഞ്ഞാൽ ഉറക്കം വരെ വരുന്നുണ്ടായിരുന്നു. ഞാനിനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് ഫോട്ടോഷൂട്ട് നടത്താമെന്ന് വിചാരിച്ചത്. അപ്പം ഞാൻ എടുത്ത കുറച്ച് ഫോട്ടോസാണ് ഞാനിവിടെ കാണിക്കുന്നത്. കൊള്ളാമെങ്കിൽ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ക്രോപ്പ് ചെയ്താൽ കുറച്ചും കൂടെ കൊള്ളായിരുന്നു. പക്ഷേ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കറക്റ്റായിട്ട് കിട്ടുകയില്ല, അതായിരുന്നു ഒരു പ്രശ്നം. എന്നാലും കൊള്ളാം അല്ലേ. പിന്നെ ഞാൻ മുകളിലോട്ടൊക്കെ കയറി കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. മുകളിലോട്ട് കയറിയപ്പോൾ അത്യാവശ്യം വ്യൂവും നല്ല കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ ഇരിക്കാനായിരുന്നു കൂടുതൽ സുഖം. ഇപ്പോൾ വീഡിയോയ്ക്കകത്ത് വലിയ വ്യൂ ഇല്ലെങ്കിലും നമ്മൾ ഒറിജിനലായിട്ട് കാണുമ്പം അത്യാവശ്യം നല്ല വ്യൂ ഉണ്ടായിരുന്നു കേട്ടോ. ഈ വീഡിയോ ഞാൻ ഷോർട്സ് ആക്കി ഇടാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഈ വീഡിയോ കുറച്ച് ലെങ്ത്, അതായത് 3 മിനിറ്റും 55 സെക്കൻഡും ഉണ്ട്. ഒരു ഷോർട്സ് എന്ന് പറയുമ്പോൾ 3 മിനിറ്റേ പാടുള്ളൂ. അപ്പം ഇത് ബിഗ് വീഡിയോ ആക്കി ഇടാനേ പറ്റുള്ളൂ. നല്ല വിശാലമായ ഗ്രൗണ്ട് ഉണ്ട്, നല്ല കാറ്റും ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വെയിലത്തോട്ട് ഇറങ്ങി നിന്നാൽ പൊള്ളിപ്പോവും. അപ്പം നിങ്ങൾ ഓർക്കും ഇവൻ എന്നെ ഈ പറയുന്ന ഇടുക്കിയിൽ ഭയങ്കര തണുപ്പല്ലേന്ന്. പക്ഷെ ഇടുക്കിയിലും ചൂടുണ്ട്. ചൂടുകാലമായ അത്രയ്ക്ക് നല്ലതല്ല ഇടുക്കി. പിന്നെ ഇത് ഞാനൊരു ടൈം ഫാസ്റ്റ് വീഡിയോ എടുത്താൽ എന്ത് ചെയ്യാൻ, ചീറ്റിപ്പോയി. സൂപ്പർമാനെ പോലെ താഴോട്ടിറങ്ങുന്നതായിട്ട് ചിത്രീകരിച്ചതാണ്. വളരെ വളരെ ചീറ്റിപ്പോയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചോറുണ്ണാൻ വേണ്ടിയിട്ട് പതുക്കെ, ഇതെനിക്ക് തോന്നുന്നു അത്യാവശ്യം കൊള്ളായിരുന്നു. ഞങ്ങളാ മുകളിലോട്ടുള്ള സൂര്യനെ നോക്കി കത്തി ജ്വലിച്ച് നിൽക്കുക. അപ്പം നമ്മൾ പതുക്കെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വണ്ടിയിലോട്ട് കയറി പോകാം. പിന്നെ എനിക്ക് റിക്വസ്റ്റ് ഉണ്ട്, നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് ഒന്നും കൂടുന്നില്ല എന്നുള്ള പരാതിയൊക്കെ വരുന്നുണ്ട്. ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. അപ്പം നമ്മൾ കാടുമലയൊക്കെ കയറി വീട്ടിലോട്ട് എത്താറായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ വീണ്ടും കടയിലോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.